IFFKയിൽ സിനിമ കാണാൻ സീറ്റില്ലാത്തതിനെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിക്കെതിരെ പ്രതിഷേധം. ഡമ്മി ചെയർമാൻ വേണ്ടെന്ന പോസ്റ്ററിൽ സിനിമാ പ്രവർത്തകരും സമാന വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇതിനു മുമ്പും റസൂൽ പൂക്കുട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതേ വാദം തന്നെയായിരുന്നു ഉന്നയിച്ചത്. ഇപ്പോൾ സീറ്റില്ലാത്തതിനെ തുടർന്നാണോ വീണ്ടും ഇതേ ആരോപണം ഉന്നയിക്കുന്നത്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? അതെ അനീഷ, ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര മേള നടക്കുന്ന തിരുവനന്തപുരത്ത് ഇല്ലാത്തതിനെ തുടർന്ന് പലതരത്തിലും വിമർശനം സിനിമാ പ്രവർത്തകരിൽ നിന്നടക്കം ഉയർന്ന സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ 19 സിനിമകളുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ചെയർമാൻ ഇവിടെ ഇല്ലാത്തതിൽ സിനിമാ പ്രവർത്തകനായിട്ടുള്ള സംവിധായകനുമായിട്ടുള്ള ഡോക്ടർ ബിജു അടക്കം രംഗത്തെത്തിയിരുന്നു. അതേ സ്വരത്തിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഡെലിഗേറ്റുകളുടെ ഇടയിൽ നിന്നും ഉയരുന്നത്. ഇത്തരത്തിൽ ഡമ്മി ചെയർമാൻ ആവശ്യമില്ല എന്ന തരത്തിലുള്ള പോസ്റ്ററുകളോടെ ആയിരുന്നു പ്രതിഷേധം. ഇന്ന് കൈരളി അതുപോലെ തന്നെ ശ്രീ തിയേറ്ററുകളിൽ സിനിമ കാണാൻ സീറ്റില്ലാത്ത വിഷയത്തിൽ ഡെലിഗേറ്റുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരം സീറ്റ് കുറവായതും അതുപോലെ ഗസ്റ്റുകളുടെ എണ്ണം കൂടുതലായതുമാണ് ഇത്തരത്തിൽ സീറ്റ് റിസർവ് ചെയ്തവർക്ക് പോലും സിനിമ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇതിനെ തുടർന്ന് ശ്രീ അതുപോലെ തന്നെ കൈരളി തിയേറ്ററുകളിൽ ഡെലിഗേറ്റുകൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. അത് പോലീസ് എത്തിയാണ് അതിനെ സമന്വയിപ്പിച്ചത്. ഇപ്പോൾ ചെയർമാനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഡമ്മി ചെയർമാൻ ആവശ്യമില്ല എന്ന തരത്തിലുള്ള പോസ്റ്ററുകളോടൊപ്പമായിരുന്നു പ്രതിഷേധം. അനീഷ.